കത്ത് ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പിറ്റേന്ന് അയച്ചതാണ്. കത്തിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അമ്മയിലെ ഭാരവാഹിത്വത്തിൽ സ്ത്രീ സംവരണം നിലവിലുണ്ട്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ 4 സ്ത്രീകൾ വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിയിടുകയും അങ്ങനെ മാറ്റിയിടുന്ന സീറ്റുകളിൽ പുരുഷന്മാർ മത്സരിക്കാതിരിക്കുകയും 4 പേരാണ് വേണ്ടതെങ്കിൽ ആ 4 പേര് റെഡിയാണെങ്കിൽ പിന്നീട് ഒരു ഇലക്ഷൻ ആവശ്യമില്ല. അല്ലെങ്കിൽ 4ൽ കൂടുതൽ ആളുകൾ വന്നാൽ ഇലക്ഷൻ നടത്തി അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടെന്നുള്ളതാണ് ആ കത്തിലൊരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 സ്ത്രീകൾ വേണം എന്നുള്ള കാര്യം പൂർത്തിയാക്കത്തക്ക രീതിയിൽ 4 പേര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. 4 പേർക്ക് അതിനുള്ള വോട്ടുകൾ കിട്ടിയില്ല. അപ്പോൾ വോട്ടുകൾ കിട്ടാതെ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 2 പേരെ കയറ്റുക എന്നതൊരു ആവശ്യമായി വന്നു. കാരണം ബൈലോയിൽ 4 പേര് വേണമെന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ട് വന്നപ്പോൾ പുരുഷന്മാരിൽ നിന്നും മാറിയിട്ട് ഓൾറെഡി വോട്ട് കൂടുതലുണ്ടെങ്കിലും വോട്ട് കൂടുതലുള്ള ഒരാൾ മാറിയിട്ട് അങ്ങോട്ടേക്കൊരു സ്ത്രീയെ എടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ബൈലോയിലുള്ള നിയമം. അപ്പം അത് പ്രകാരം ഞാൻ മാറുകയും പകരം അൻസിബയാണെന്ന് തോന്നുന്നു. അൻസിബ വരികയും ചെയ്തു. അൻസിബ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്, നല്ല ആളാണ്. എനിക്കതിലൊരു പരാതിയുമില്ല. കാരണം നമ്മുടെ ആകെ 100-300 പേരുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സംഘടനയാണ്. അതിൽ മാറുന്നതിൽ എനിക്ക് യാതൊരു പരാതിയും ഇല്ലായിരുന്നു. സന്തോഷപൂർവ്വം ഞാൻ മാറുകയും ചെയ്തു. പക്ഷെ മാറിയ ശേഷം ഒരു പത്രസമ്മേളനം ഉണ്ടാവുകയോ ഈ എന്നത് ഇതാണെന്നോ ഇവരറിയിച്ചില്ല. അപ്പം ജയിച്ചവർ ജയിച്ചു, ബാക്കി എല്ലാവരും തോറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പുറത്തേക്ക് വന്നത്. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അയ്യോ എന്തു പറ്റി നിങ്ങളിങ്ങനെ ഇതായിപ്പോയത്, ഞങ്ങളൊക്കെ വോട്ട് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. ഒപ്പം ഈ വോട്ട് ചെയ്ത പലർക്കും ഇങ്ങനൊരു നിയമം അറിയില്ല. അപ്പം അവര് സ്വാഭാവികമായ ജനാധിപത്യത്തിൽ വോട്ട് കൂടിയിട്ടയാൾ ജയിക്കണമല്ലോ. ഇതെന്താ ഇങ്ങനെയെന്നും ചോദിച്ചാൽ അവര് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു എന്നിട്ട് നിങ്ങളില്ല, എന്താ വേറെ ആൾ വരുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കും. എൻ്റെ കയ്യിൽ ഉത്തരവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ച് അടുത്ത ജനറൽ ബോഡിയിൽ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ട്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണല്ലോ ഇത് അറിയുന്നത്. അപ്പം സ്ത്രീകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം വേണം, നിർബന്ധമാണ്. ഞാൻ ആ പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉറപ്പായും 4 സീറ്റുകൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് ആ കത്തിൽ പറഞ്ഞത്. അപ്പം അത് ഈ എൻ്റെ പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അതിനകത്ത് ഞാനതൊരു പരാതിയായിട്ട് പരിഗണിക്കേണ്ടതില്ലെന്നും എനിക്ക് മാറിയതിൽ പരാതിയും പരിഭവവും ഇല്ലെന്നും ഒക്കെ ആ കത്തിൽ കൃത്യമായിട്ട് വളരെ ബഹുമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലാലേട്ടൻ വിളിച്ചിരുന്നു. അടുത്ത ജനറൽ ബോഡി ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നൊക്കെ അദ്ദേഹം ഉറപ്പ് തരികയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഇപ്പം കത്തയച്ചത് പുറത്തറിഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു പറഞ്ഞിരുന്നു. അത് പ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 4 പേര് വേണമെന്നുള്ളത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ നമ്മൾ ഈ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ 4 പേര് എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ഇങ്ങനൊരു പ്രശ്നം എറേസ് ചെയ്യുന്നേ ഇല്ലല്ലോ. 4 പേര് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ 4 പേര് അങ്ങ് ജയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പം വൈസ് പ്രസിഡന്റായിട്ട് 2 പേര് സ്ത്രീകൾ തന്നെ അങ്ങ് മത്സരിക്കും, 3 പേര് സ്ത്രീകൾ തന്നെ മത്സരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത്തവണയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിപ്പോയത്. പ്രശ്നമല്ല, ഒരു ക്രൈസിസ് ആയിട്ട് വന്നു. അപ്പോൾ ബൈലോയിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മാറുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്നേഹപൂർവ്വം നമ്മുടെ സംഘടനയാണ്, എനിക്കതൊരു പ്രശ്നമല്ല. മാറിയ ശേഷവും ഇങ്ങനെ ഒരു ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം കമ്മിറ്റിയിൽ ആളുണ്ടല്ലോ, ഇനി ഒരു സ്ത്രീയെയും കൂടെ ഇനി നോമിനേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴും 4 ആയിട്ടില്ല. ഒരാളെയും കൂടെ നോമിനേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാനിൽ നിൽക്കുന്നത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് കമ്മിറ്റിയുടെ വിവേചനാധികാരത്തിൽ പെട്ടതാണ്. ഇങ്ങനെ അല്ല സമവായത്തിലെത്താൻ വൈകുന്ന ഒന്ന് വോട്ടെണ്ണി തീരാൻ നല്ലോണം വൈകി. അതേ തുടർന്ന് ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് വോട്ട് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. എന്താണ് ഈ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട്, വോട്ട് ഇതാണ് ഈ നടക്കുന്നത് വെച്ചാൽ അവർക്കൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം വന്നു. പിന്നെ ഈ ആളുകളെ കൃത്യമായിട്ട് ഏത് പൊസിഷനിലേക്ക് എടുക്കേണ്ടത്, പലയിടത്തും സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്, അല്ലാതെ ഉണ്ട്, അത് എങ്ങോട്ട് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചർച്ചയാണ്. ഇത് ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഒരു ചെറുകിട, ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഇതിനൊരു 300 ആളുകളുള്ള ഒരു ചെറിയ സംഘടന എത്ര ഉള്ളൂ. 300 ആളല്ല, 500 ഉണ്ട്. 300 ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ളൊരു സംഘടന എന്നുള്ളത് ഇതിനുള്ളൂ. പലപ്പോഴും ഇതിൽ ഇത്ര താരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വാർത്താ പ്രാധാന്യം വരുന്നത് കൊണ്ടുമാണ്. പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ വാദം വരുമ്പോൾ അത് കുറച്ച് കൂടുതൽ ആഘോഷിക്കപ്പെടും. ഒരു തുള്ളിക്ക് ഒരു സന്തോഷം കിട്ടും. അപ്പോൾ അവർക്ക് അങ്ങനെ ആഘോഷിക്കാൻ ഒരു ഐറ്റം ഇല്ലായിരുന്നു അതിനകത്ത്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വളരെ മാതൃകാപരമായി മാറിക്കൊടുക്കുകയും അത് വരികയും ചെയ്തുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്തിയതാണ്. അല്ല, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും തുറന്നു പറയുന്നില്ല. പ്രത്യേകിച്ച് സിനിമയിലൊക്കെ നിൽക്കുന്ന ആളുകൾ അത് തുറന്നു പറയാൻ ഒരു ഇത്തിരി മടിക്കും. നമുക്ക് എല്ലാവരും വേണം എന്നുള്ളൊരു റൂട്ടിലാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം വന്നതുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് കേന്ദ്രമന്ത്രിയുണ്ട്,
സംസ്ഥാന മന്ത്രിയുണ്ട്, MLA-മാരുണ്ടായിട്ട്, MP-മാരുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമുള്ള ആളുകൾ ഇതിനകത്ത് പല ഘട്ടങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ മത്സരമൊക്കെ വരുമ്പം അമ്മയ്ക്കുള്ളിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുന്നതിൽ വരെ ഇതെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതങ്ങനെ അമ്മയ്ക്കുള്ളിൽ മാത്രമായി വന്നൊരു മാറ്റമല്ലല്ലോ. നിങ്ങൾ സമൂഹത്തിൽ നോക്കിയാൽ ഏത് ചെറിയ കാര്യത്തിലും എന്ത് പ്രശ്നത്തിലും ഒരു ജാതി മതവും രാഷ്ട്രീയമൊക്കെ മൊത്തത്തിൽ നോക്കുന്ന ഭാഗമായിട്ടുള്ള നോട്ടം ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ സ്പെഷ്യലായിട്ടൊരു വരവൊന്നും അമ്മയ്ക്കകത്ത് വന്നിട്ടില്ല. ഈ പ്രശ്നമില്ല, ഇത് ഇവര് ആയല്ലോ, പരിഹരിക്കപ്പെട്ടല്ലോ. ഇത് ഈ കത്തയച്ച ശേഷം ഈ ഞാൻ അതിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വന്നുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനത് അഡ്രസ്സ് ചെയ്തു, അത് അവർ പരിഹരിക്കാമെന്നുള്ള ഉറപ്പുകൾ തന്നു. അതെനിക്കൊരു പ്രശ്നം കൂടെയല്ല, ഞാനൊരു അടിയന്തര സ്വഭാവത്തിൽ പരിഹരിക്കേണ്ട ഒരു ആശയം എന്നുള്ള രീതിയിലാണ് ഞാനും പറഞ്ഞത്. അത് തന്നെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബൈലോണുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പം അതിന് എല്ലാ ആംഗിളിലും അത് ജനാധിപത്യപരമായിരിക്കണം. ഒന്നത് വൈകിപ്പോയതുകൊണ്ടാണ്. പിന്നെ അവരതിന് പ്രിപ്പയർഡ് ആണോ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അവർ ചിലപ്പോൾ പ്രസ് റിലീസായിട്ട് ഇറക്കാനായിട്ടായിരിക്കും ഒരുക്കുന്നത്. എന്താ നടത്താഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ അംഗത്തിലില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. വേണേ നടത്താമായിരുന്നു, നിലവിൽ നടത്തിയിട്ടില്ല, ഇനി നടത്തുമായിരിക്കും. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, എപ്പോൾ വേണേൽ ചെയ്യാം. ഞാനതാ പറഞ്ഞ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ 4 സീറ്റുകൾ റിസർവേഷനായിട്ട് മാറ്റിവെക്കുക. അവിടെ സ്ത്രീകൾ മാത്രമേ മത്സരിക്കാവുള്ളൂ. ഇപ്പൊ ഗ്രൂപ്പായിട്ട് മത്സരിച്ചിട്ട് വോട്ട് കുറഞ്ഞാലും അവരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിന്റെ ഡെഫിനിഷത്തിൽ വോട്ട് കൂടിയ ആളുകൾ മാറേണ്ടി വരും എന്നുള്ളതാണ് വിഷയം. അല്ല ആ 4 എല്ലായിടത്തും വരുത്തണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേര് എടുക്കണമെന്നല്ലോ ഞാൻ പറഞ്ഞത്. വൈസ് പ്രസിഡന്റായിട്ടോ സെക്രട്ടറിയായിട്ടോ എവിടെ ആ 4 സീറ്റുകൾ കൃത്യമായിട്ട് സംവരണം. അത് ഓരോ തവണയും നമ്മളിപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെയൊന്നല്ല, നമുക്ക് ഇത്തവണ ഇന്ന 4 സീറ്റ് മാറ്റി വെക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നവരാണല്ലോ. നമുക്ക് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ബൈലോ റിവിഷൻ ചെയ്യണം. കാരണം ഇത് ഒരു തെരഞ്ഞെടുപ്പുമായും ഭാരവാഹിത്വമായും ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് ബൈലോ റിവിഷൻ ചെയ്യണം എന്നുള്ളതുള്ളൂ.